വൈദ്യുതി നൽകാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടും നിഷേധാത്മക നിലപാടുമായി KCB. വണ്ടിപ്പെരിയാറിലെ സഹോദരങ്ങളായ വിദ്യാർത്ഥിനികളുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ നൽകാനാകില്ല എന്നാണ് ഇപ്പോൾ KCBയുടെ നിലപാട്. അത് കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു വിവരമാണ് അല്ലേ? കട്ടപ്പനയിൽ നിന്നും ശ്രീ രാഹുൽ വിജയൻ ചെയ്യുന്നുണ്ട്. രാഹുൽ, രാവിലെ ആരോ കമന്റ് പറയുന്നുണ്ടായിരുന്നു, രാഹുൽ വിജയന്റെ വാർത്ത വേറെ ഏതോ ചാനലുകാർ അവരുടെ സ്വന്തം വാർത്ത കൊണ്ട് കൊടുക്കുന്നുണ്ട്. രാഹുൽ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞായിരുന്നോ? ഹാഷ്മി, അറിഞ്ഞിരുന്നു. ഇന്നലെയാണ് നമ്മൾ ഈ ഒരു സന്തോഷ വാർത്തയായിട്ട് നമ്മളിത് പുറത്തേക്ക് വിട്ടിരുന്നത്. കാരണം കളക്ടറുടെ ഉത്തരവ് വന്നിരുന്നു. മന്ത്രി കെ രാജൻ 24 വാർത്തയിൽ ഇടപെടൽ നടത്തി കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് കളക്ടർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ ഈ കുടുംബത്തിന് വൈദ്യുതി നൽകണമെന്നുള്ള ഉത്തരവിടുകയായിരുന്നു. പക്ഷേ ആ കുടുംബം താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പോപ്സ് എസ്റ്റേറ്റ് ഒരു ഉടമസ്ഥ തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ തർക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ, അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ ആ തർക്കം നിലനിർത്തി നേരത്തെ ആ കുടുംബത്തിന് എങ്ങനെയായിരുന്നു വൈദ്യുതി ലഭിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകാനായിരുന്നു കളക്ടറുടെ ഉത്തരവ്. എന്നാൽ KCB അങ്ങനെ ആ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ മോഹനൻ, അതായത് ഈ 2 കുട്ടികളുടെ അച്ഛൻ, അവിടെ ഏകദേശം ഒരു 35,000 രൂപയോളം അടച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വൈദ്യുതി നൽകുന്നതിനെ പറ്റി ആലോചിക്കാം എന്നുള്ള നിലപാടിലേക്ക് KCB മാറിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ വണ്ടിപ്പെരിയാർ ക്ലബ്ബ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് മാനേജർമാരുടെ ഒരു ക്ലബ്ബായിരുന്നു, ഈ എസ്റ്റേറ്റ് തന്നെ ഉണ്ടായിരുന്ന. അവിടെയാണ് ഈ വൈദ്യുതി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ എടുത്തിരുന്നത്. അതായത് ഈ വണ്ടിപ്പെരിയാർ ക്ലബ്ബിലേക്ക് വൈദ്യുതി എത്തിയിരുന്നതിന്റെ ലഭിച്ചിരുന്ന വൈദ്യുതിയുടെ മീറ്റർ ഏകദേശം മെയിൻ റോഡിലാണ്. അതായത് ഒരു 6 പോസ്റ്റ് അപ്പുറത്താണ് ആ വൈദ്യുതിയുടെ കണക്ഷൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ എസ്റ്റേറ്റിനകത്തൂടെ പോസ്റ്റ് ഇട്ടിരുന്നത് പഴയ കാലത്ത്, അതായത് ഏകദേശം 60 വർഷം മുമ്പ് തടി പോസ്റ്റ് ആയിരുന്നു. ആ പോസ്റ്റ് ഇട്ടിരുന്നത് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തന്നെയായിരുന്നു. അതായത് ഗേറ്റ് കണക്ഷൻ എന്ന് പറയും. അങ്ങനെ ഗേറ്റ് കണക്ഷൻ ഉണ്ടായിരുന്ന ആ ഗേറ്റ് കണക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പോസ്റ്റുകൾ ഒടിഞ്ഞതോടുകൂടിയാണ് ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നത് KCBക്ക്. എന്നാൽ ഇത് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ എസ്റ്റേറ്റിനുള്ളിലൂടെ ഉണ്ടായിരുന്ന ഈ 6 പോസ്റ്റും ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഈ മോഹൻ ഉൾപ്പെടെ ഉള്ള ആളുകളോ പുനഃസ്ഥാപിച്ചു കൊടുത്താൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ വീണ്ടും നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് KCB ഇപ്പോൾ ഉള്ളത്. ഇക്കാര്യം ഇന്ന് കളക്ടറെ അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു. കളക്ടർ അടിയന്തരമായി കുടുംബത്തിന് വൈദ്യുതി നൽകാനുള്ള നിർദ്ദേശമാണ്, ഉത്തരവാണ് ഇട്ടിരുന്നത്. കാരണം ഈ വൈദ്യുതി അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് കാലതാമസം ഉണ്ടാകാൻ പാടില്ല. 2 മാസത്തിലധികമായി ആ കുട്ടികൾ മെഴുകുതിരി വെട്ടത്തിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, പ്രായമായ അവരുടെ മുത്തശ്ശനുണ്ട്. ആ വീട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി മുൻപ് എങ്ങനെയാണോ വൈദ്യുതി അവിടെ ലഭിച്ചിരുന്നത് അത് പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ ആ കളക്ടർ നിർദ്ദേശം നൽകിയത്. എന്നാൽ കളക്ടറുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ചില വാദങ്ങൾ KCB മുന്നോട്ട് വെക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ കുടുംബം താമസിക്കുന്ന ഈ കുട്ടികളുടെ വീടിനോട് ചേർന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറി ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കോൺക്രീറ്റ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ആ കണക്ഷൻ വലിക്കാൻ എളുപ്പമാണ്. അത് KCB ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിലെ പോസ്റ്റ് ഇടാൻ വേണ്ടി തടസ്സം നിന്നിരുന്നത് പോപ്സ് മാനേജ്മെന്റ് ആണ്, എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ്. പക്ഷേ ആ സ്ഥലത്ത് പോസ്റ്റ് ഇട്ടുകൊള്ളാൻ കളക്ടർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റും സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ KCB എന്തുകൊണ്ട് അത്തരം ഒരു മാർഗം സ്വീകരിക്കുന്നില്ല? ഒരു പോസ്റ്റ് ഇട്ട് ആ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ എന്തുകൊണ്ട് KCB നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും കളക്ടറുടെ ഉത്തരവ് അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. കുടുംബത്തിന് വൈദ്യുതി ലഭ്യമാകുന്നതിൽ ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പോസ്റ്റ് ഉണ്ടായിരുന്നതാണ് അല്ലെ? നേരത്തെ പോസ്റ്റ് ഉണ്ടായിരുന്നതാണ്, തടി പോസ്റ്റ് ആണ്, ഒടിഞ്ഞുപോയി. അപ്പൊ എന്തായാലും ഒരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഹർഷിനി എന്നാണ് ആ മക്കളുടെ പേര്. മെഴുകുതിരിയോട്ടത്തിൽ പഠിക്കുകയാണ്. വലിയ പ്രതിസന്ധി അവിടെ ഉണ്ട്. വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ രാഹുൽ ആ വാർത്തയിൽ പറഞ്ഞതുമാണ്. എന്തിനാന്ന് ഈ പിടിവാശി? കറണ്ടും കൊടുത്തുകൂടെ അല്ലേ? തീർച്ചയായിട്ടും ഇവർ ഈ മോഹനൻ SC കാറ്റഗറിയിൽ പെടുന്ന ആളായതുകൊണ്ട് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി 5 പോസ്റ്റ് വരെ ഫ്രീ ആയിട്ട് KCBക്ക് നൽകാൻ കഴിയുന്നതാണ്. എന്നാൽ ആ ഒരു പരിഗണന പോലും ആ കുടുംബത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് ഈ മോഹനൻ പ്രധാനമായിട്ട് പറയുന്നത്. മോഹനൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു മിനിറ്റ് രാവിലെ അവിടുത്തെ മോഹൻ ചേട്ടൻ ചേരുന്നുണ്ട്. മോഹൻ ചേട്ടാ, അവിടെ കളക്ടറുടെ ഉത്തരവൊക്കെ വന്നാ പെട്ടെന്ന് കറണ്ട് കിട്ടും എന്നൊരു ഫീൽ ഉണ്ടായിരുന്ന, അതിപ്പം വീണ്ടും അള്ളുവെക്കുക, എന്താ പറയുന്നേ? സാറേ, നമ്മള് ഈ പോയി ചോദിച്ചു സാറേ, രാവിലെ പോയ ഉച്ചയാകുമ്പോൾ അവിടെ പോയി ചോദിച്ചു. അപ്പം അവർ EBക്കാർ പറഞ്ഞ് പോസ്റ്റ് ഞങ്ങൾക്ക് കളക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട്, പഴയ ലൈന് തന്നെ കൊടുക്കാനായിട്ട്. ഇവിടെ 27 പോസ്റ്റ് ഇട്ട് ഞങ്ങൾ പോസ്റ്റ് ഇട്ട് മാറിക്കുമെന്ന് പറഞ്ഞ് EBക്കാരൻ അവർ പറഞ്ഞു. മറപ്പോസ്റ്റാണ് കിടക്കുന്നത്. മറപ്പോസ്റ്റ് 5 പോസ്റ്റ് മറിഞ്ഞ് കിടക്കുക. അപ്പം ഈ മറപ്പോസ്റ്റിന് യൂക്കാലി മരം കൊണ്ട് വെട്ടി ഇത് ഉണങ്ങി അതിനപ്പുറം എപ്പോഴാ സാറേ ഈ പോസ്റ്റ് 27 പോസ്റ്റ് മാറി ലൈൻ വലിച്ച് കെട്ടി നാളെ കൊണ്ട് ഞങ്ങൾക്ക് പീസ് കെട്ടിയേക്കാന്ന് EBക്കാർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാറേ, എന്റെ പിള്ളേർ എന്ന് പറഞ്ഞാൽ യൂക്കാലി മരം കണ്ടുപിടിക്കണം, അത് വെട്ടണം, അതിന് തൊലി കളയണം, അതുകൊണ്ടിട്ട് ഉണക്കണം, പിന്നെ ഉണക്കിയിട്ട് കൊണ്ട് കുത്തിവെക്കാന്നാണ് പറയുന്നത്. അതെ, അതുക്കപ്പുറം ഞങ്ങൾ EBയിൽ നിന്ന് വന്ന് പീസ് ലൈന് പീസ് കെട്ടി വിടണം എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു. ഞങ്ങളെ പറഞ്ഞു വിട്ടു.
3 പോസ്റ്റ് പോട്ടാ കറണ്ട് വരും സാറേ വീട്ടിൽ. 2 പോസ്റ്റ് ഇട്ടാ 2 പോസ്റ്റ് മതി. 2 പോസ്റ്റ് മതി. അതിന് 27 പോസ്റ്റ് ഇടാനാ അവർ പറയുന്നത്. ചുമ്മാ പറയുന്ന 27 വേണ്ട, 2 മതി അല്ലേ? നമുക്ക് 2 പോസ്റ്റ് ഇട്ടാൽ വീട്ടിൽ കറണ്ട് വരും സാറേ. ഇവിടെ നമുക്ക് പെരിയാർ ലൈനിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 27 പോസ്റ്റ് ഇടണം. നമ്മുടെ ടൗണിൽ കൂടെ ഇട്ട് വലിച്ച് ലൈൻ വലിക്കണമെങ്കിൽ. ഈ മറ പോസ്റ്റില് ലൈൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് ഈ പോസ്റ്റ് ഇടാൻ പറയുന്നത് നമ്മളെ ഇലക്ട്രിക് ബോർഡ്. ചേട്ടാ അടുത്ത് വേറെ വീടൊക്കെ ഉണ്ടോ ഇതുപോലെ? ഇല്ല സാർ, നമ്മുടെ വീട് ഒറ്റ വീട് മാത്രമേ ഉള്ളൂ അവിടെ. ഒറ്റ വീടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ മക്കള് കഷ്ടപ്പെടുക, കറണ്ട് ഇല്ലാത്ത കാരണം ചേട്ടൻ മാത്രമേ വീട്ടിലുള്ളൂ അല്ലേ? വീട്ടിലുള്ളൂ. അപ്പൊ വെള്ളം അടിക്കാനും പറ്റുന്നില്ല, പമ്പ് മോട്ടർ അടിക്കാനും പറ്റുന്നില്ല? അല്ല സാറേ, വെള്ളമൊക്കെ നമ്മൾ കുടത്തില്ല സാറേ ജന്മം എടുക്കുന്നത്. അമ്പലത്തിന്റെ അവിടെ നിന്ന് 10 കുടം വെള്ളം എടുക്കും എന്നും. ചേട്ടാ ഇപ്പൊ ഈ 2 പോസ്റ്റ് മാത്രം ഇട്ടാൽ മതി എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ വേറൊരു വശത്തു കൂടെ എടുക്കുക എന്നുള്ളതാണോ? അതെ സാറേ, അതെ മേഡം. വേറെ ഒരു നമ്മുടെ മേലെ നമ്മുടെ ലൈന് പോകുന്നുണ്ട്. അവിടെ നിന്ന് 2 പോസ്റ്റ് ഇട്ടാൽ കറണ്ട് വീട്ടിൽ വരും. 27 പോസ്റ്റ് ഇടാണ്, 2 പോസ്റ്റ് ഇടാനാണ് ബുദ്ധിമുട്ട്. അത് അവരോട് പറഞ്ഞിരുന്നോ ചേട്ടാ? ഞാൻ പറഞ്ഞായിരുന്നു 27 മറ പോസ്റ്റ് പോയി മാറാൻ പറ്റുമെന്ന് പറഞ്ഞ് 27 പോസ്റ്റ് മാറി. അപ്പൊ അവരെന്താ പറയുന്നേ? ടി വിയിൽ പറയുന്നുണ്ട് ഈ പോസ്റ്റൊക്കെ ലൈൻ വലിച്ച് കെട്ടിട്ട് എന്നെ വിളിക്കാനാവുന്ന ഫീസ് കെട്ടി വിട്ട് പോകാന്ന് പറഞ്ഞവര്. ചേട്ടാ എസ്റ്റേറ്റിനകത്തൂടെ ഇത് വലിക്കണമെന്നുണ്ട് എത്ര പോസ്റ്റ് വേണ്ടിരുന്നാ പറയുന്നത് അവര്? 27. അതെ സാറേ, 27 പോസ്റ്റ് ഇടണം. അതിന്റെ കാര്യമില്ല, 2 അപ്പുറത്തോട് എടുക്കുന്ന 2 പോസ്റ്റ് മതി. 2 പോസ്റ്റ് മതി. മരം കണ്ടെത്തണം, പോസ്റ്റ് എടുക്കണം എന്നൊക്കെയാ ഇപ്പൊ ചേട്ടനോട് പറയണത്. അത് എന്തൊരു കഷ്ടമാണ്. ചുമ്മാ കളക്ടർ തട്ടിപ്പറയും. പറഞ്ഞിട്ട് പിന്നല്ലേ? കളക്ടർ പറഞ്ഞതാണ്, കളക്ടറുടെ ഉത്തരവുള്ളതാണ്. KCB എന്തിനാണ് ഇങ്ങനെ പിടിവാശി പിടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ വകുപ്പും ന്യായമൊക്കെ പറഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന ആ വെളിച്ചം അത് വീണ്ടും ഇരുട്ടിലേക്ക് ആക്കാൻ നോക്കാതിരിക്കട്ടെ. ചേട്ടനിപ്പോൾ അടുത്ത് ഇനി അവിടെയുള്ള സ്ഥലം MLA അങ്ങനെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കളക്ടറോട് തന്നെ ഒന്ന് പറഞ്ഞ് നോക്കിയാലോ? നാളെ ഞാൻ കളക്ടറെ കാണാനായിട്ടാണ് സാറേ പോകുന്നത്. പിള്ളേരെ വിളിച്ചോണ്ട് മനു കൊണ്ട് കൊടുത്ത് ഇതാണ് അവസ്ഥ എന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നതാണ്. നമ്മുടെ രാഹുൽ വിജയനും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അല്ലേ നമ്മൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ ചേട്ടാ ഇപ്പൊ കളക്ടറെ ഒന്ന് വിളിച്ചായിരുന്നു. കളക്ടർ ചേട്ടാ നമ്മൾ കളക്ടറോട് ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പൊ എന്തോ മീറ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പറയാം. നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് അടങ്ങുള്ളൂ. ആ വീട്ടിൽ കറണ്ട് വന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. ധൈര്യമായിട്ടിരി. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മുട്ടാപ്പോക്ക് പറയാണ്. എന്തോ ഈഗോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഇത് അല്ലാതെ 2 പോസ്റ്റ് ഇട്ട് ആ വീട്ടിലോട്ട് കറണ്ട് കൊടുക്കാൻ പറ്റാത്തവരൊന്നുമില്ല KCB. അതിനുള്ള പൈസ KCBക്ക് ഇല്ലാത്തതല്ല. നമ്മുടെ നികുതി പണമൊക്കെ അവിടെ കിടപ്പുണ്ട്. അവർക്കൂടെ അവകാശപ്പെട്ട പൈസ അതൊക്കെ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ പറ്റും, വേണമെന്ന് വെപ്പിക്കാൻ നമുക്ക് പറ്റുമോ എന്നാ ചോദ്യം രാഹുൽ. ഹാഷ്മി, തീർച്ചയായിട്ടും ഇതൊരു നിസ്സാര കാര്യമാണ്. 2 പോസ്റ്റ് ഇടുന്ന അത്ര വലിയ കാര്യമുള്ള വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന KCBക്ക് വലിയ നഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമോ അല്ല. അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം. ഒരു ദിവസം കൊണ്ട് ആ വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ KCBയിലെ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ കഴിയുന്നതാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വാർത്ത ചെയ്ത സമയത്ത് KCBനെ ഒരു തരത്തിലും കുറ്റം പറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം KCB ആ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ തയ്യാറായിരുന്നു. എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും അവർ പൂർത്തീകരിച്ചിരുന്നു. കറണ്ട് കണക്ഷൻ കൊടുക്കാമെന്ന് പലതവണ അവർ ആവർത്തിച്ചു പറഞ്ഞു. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ തടസ്സം എന്നായിരുന്നു KCB പറഞ്ഞത് എന്നാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് സമ്മതിച്ചു. കളക്ടറുടെ ഉത്തരവ് വന്നു, മന്ത്രി ഇടപെട്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും KCBക്ക് മുട്ടാപ്പോക്ക് ന്യായം പറയാൻ ഈ പഴയ കണക്ഷന്റെ പേരിലാണ് അവർ മുട്ടാപ്പോക്ക് ന്യായം പറയുന്നത്. പഴയ കണക്ഷന്റെ ഏകദേശം ഈ മോഹനൻ പറഞ്ഞ പോലെ 27 പോസ്റ്റ് മെയിൻ റോഡിൽ നിന്നിട്ട് ഇട്ടിട്ടാണ് ഈ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ, അതായത് വണ്ടിപ്പെരിയാർ ക്ലബിലേക്ക് വൈദ്യുതി കണക്ഷൻ എത്തിച്ചിരുന്നത്. അതിൽ 6 പോസ്റ്റോളം ഒടിഞ്ഞു കിടക്കുകയാണ്. അത് പുനഃസ്ഥാപിച്ച്, അതായത് പുതിയ ആ മരം വെട്ടി കൊണ്ടിട്ട് പുനഃസ്ഥാപിച്ച് അത് വലിച്ചു കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതുവഴി ലൈൻ വലിച്ച് ആ വീട്ടിലേക്ക് വീണ്ടും കറണ്ട് എത്തിക്കാം ഉള്ള നടപടി സ്വീകരിക്കാന്ന് പറഞ്ഞത്. അത് എവിടുത്തെ ന്യായമാണ്, എങ്ങനത്തെ ന്യായമാണ് എന്ന് മനസ്സിലാക്കില്ല. രാഹുൽ അങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ 27 യൂക്കാലി മരങ്ങൾ കണ്ടെത്തുക, അതുപോയി വെട്ടുക, എന്നാൽ ഒത്ത മരങ്ങൾ വേണം, അത് വെട്ടി കൊണ്ടുപോയി അതിന് തൊലിയെ കളഞ്ഞ് ഉണക്കി, അപ്പോഴത്തേക്ക് പിള്ളേരെ കല്യാണം കഴിച്ചുവിടാൻ പ്രായമാവുന്നേ. എന്തുവായി പറയുന്നു? തീർച്ചയായിട്ടും ഹാഷ്മി, ആ കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അവർ പഠിക്കുന്ന കുട്ടികളാണ്. അവർ പറയുന്നത് അവരുടെ കണ്ണൊക്കെ എരിയുന്നു. മെഴുകുതിരി കത്തിച്ച് പഠിക്കുമ്പോൾ ആ പുകയടിച്ച് കണ്ണൊക്കെ എരിയുകയാണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറഞ്ഞു. അത് കൃത്യമായി പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വെളിച്ചം വന്നാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. അത് KCB ഒന്ന് കാര്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇന്ന് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അവർ മുട്ടാപ്പോക്ക് ന്യായം ഒഴിവാക്കി നടക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ആ വീട്ടിൽ വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും. ഹാഷ്മി, അപ്പോൾ അത് പാവങ്ങളാണ്. എന്താണ്, അധികമാരും വലിയ രാഷ്ട്രീയ ശക്തിയോ ഒന്നും ഉള്ളവരല്ല. 2 കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത്. കറണ്ട് ഇല്ലെന്ന് പറയുന്നുണ്ട്. കറണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വീടാണ്. പഠിക്കുന്ന കുട്ടികളാണ്. വീട്ടിൽ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളാണ്. വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനാണ് അവർക്ക് വേണ്ടി പാചകമൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. എന്താണ്, വെള്ളം താഴ്ന്ന് ചുമ്മിക്കൊണ്ട് വരികയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. KCB വിചാരിച്ചാൽ, സർക്കാർ വിചാരിച്ചാൽ കേവല നിമിഷങ്ങൾ കൊണ്ട് നടക്കുന്ന സംഭവമാണ്. അതിനകത്ത് അവരെടുത്ത്
ഈ മുട്ടാപ്പോക്കും ഈ പറഞ്ഞ 27 പോസ്റ്റിന്റെ കാര്യവും ഈ ചുവപ്പ് നാടയുടെ കാര്യവും സാങ്കേതിക പ്രശ്നം പറഞ്ഞ് അവരെ കഷ്ടപ്പെടുത്തല്ലേ? പാവങ്ങളാണ്, നല്ല മിടുമിടുക്കികളായിട്ട് പഠിച്ച് വലിയ ഉയരത്തിലെത്തേണ്ടതാണ്. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തിന് അവരുടെ കാര്യത്തിൽ ഒരു ചുമതലയും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നടപ്പാക്കുമെന്ന് തന്നെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. മുട്ടാപ്പോക്ക് പറയല്ലേ, ചെയ്തു കൊടുക്കും പ്ലീസ് പ്ലീസ്, അഭ്യർത്ഥിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.